ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുപ്പൊക്കെ തുടങ്ങുന്ന ഡിസംബർ മാസത്തിലാണ് നമ്മളുടെ മാവുകളെല്ലാം പൂവിടാനായിട്ട് തുടങ്ങുന്നത്. മാവുകൾ പൂവിട്ട് തുടങ്ങിയാൽ ഒരു 3-4 മാസം കൊണ്ടാണ് കായ്കൾ ഉണ്ടായി അത് മൂത്ത് പഴുത്ത് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന വലിയ വലിയ മാവുകളില്ലേ, അവരൊക്കെ ആണെങ്കിൽ ഇനി കായ്ക്കാതെ പൂവിടാതെ ഒക്കെ നിൽക്കുവാണെങ്കിൽ നമുക്ക് മോതിരവളയം, ഞാൻ അതിൻ്റെ വീഡിയോ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്ത് നമ്മുടെ ചില്ലി ജാസ്മിൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതേപോലെ നമുക്ക് മോതിരവളയം ഉണ്ടാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ കരിയിലെല്ലാം കൂടെ അടിച്ചുകൂട്ടി തൊണ്ടും ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ലോണം പുക ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം വലിയ മാവുകൾക്ക്. എന്നാൽ നമ്മൾ ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്ന മാവുകളാണെങ്കിൽ അവർക്ക് നമുക്ക് ഇതേപോലെ മോതിരവളയം ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ പുക ഇട്ട് കൊടുക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചിലപ്പോൾ ചെടി തങ്ങ് നഷ്ടപ്പെട്ടു പോയേക്കാം, ഉണങ്ങിപ്പോയേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഗ്രോ ബാഗുകളിലെയും പാത്രങ്ങളിലെയും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പം ടെറസ് കൃഷിയൊക്കെ ചെയ്യുന്ന എന്നെ പോലൊക്കെ ഉള്ളവരുണ്ടല്ലോ, എന്നെ പോലെയുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തറയിൽ നട്ടുപിടിപ്പിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അവർ ടെറസിൽ നട്ടുപിടിപ്പിച്ച് വളർത്തുന്നവർ. അങ്ങനെയുള്ള മാവുകളെല്ലാം നിറയെ പൂക്കാൻ, നിറയെ പൂ പിടിപ്പിക്കാനുള്ള ഒരു കിടിലൻ സൂത്രപ്പണിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കാടും ഒക്കെ ഉണ്ട്, പുല്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ആദ്യം വൃത്തിയാക്കി എടുക്കണേ. അപ്പോൾ അതേ ഇത് നമ്മൾ ഈയിടയ്ക്ക് മാറ്റി നട്ട ഒരു മാവ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുവട്ടിൽ കാര്യമായ കളയോ ശല്യങ്ങളോ ഒന്നുമില്ല. കണ്ടോ, ഇങ്ങനെ തന്നെ നല്ല വൃത്തിക്ക് നിൽക്കുവാണ്. കാര്യമായിട്ട് കളയൊന്നും തന്നെ പുല്ലും കേടും ഒന്നും പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ചുവട്ടിലെ മണ്ണിനെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയിൽ എന്തെങ്കിലും ഉണങ്ങിയതോ കരിഞ്ഞതോ വളർച്ച മുരടിച്ചതോ ഒക്കെ ആയിട്ടുള്ള ഇലകളോ കമ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കണം. ഇപ്പം ഇത് അത്രയ്ക്കുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ പക്ഷേ വളർച്ച മുരടിച്ചാണ് അവരുടെ നിപ്പ്. കണ്ടോ? അപ്പം നമ്മൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള കമ്പുകളുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് കളയണം. ഇതിനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നല്ല സൂര്യപ്രകാശം കിട്ടണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്നത് ചെടിയെ നല്ലോണം വെളിച്ചം, സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് പഴച്ചെടികളൊക്കെ വച്ചു പിടിപ്പിച്ചാലേ, മാവൊക്കെ വച്ചു പിടിപ്പിച്ചാലേ നിറയെ പൂവും നിറയെ കായ്കളും ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പം ഇതേപോലെ നിൽക്കുന്ന മാവിനെ നിറച്ച് കായ്പ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന സൂത്രപ്പണിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന എന്നാന്ന് കാണിക്കാവേ. ഇതുപോലെ ഞാനൊരു 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പഴം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇനി കഴിക്കാൻ കൊള്ളുന്നതല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് പഴമൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കേടുവരും. അപ്പം അങ്ങനെയുള്ള പഴങ്ങൾ മതി. നല്ല ഫ്രഷ് പഴമാണേലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലെ ഒന്ന് പോയതാണ്, ഒന്ന് വലിയ കുഴന്നാലും നമുക്ക് തിന്നാൻ പറ്റുന്ന പരുവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനെയൊക്കെ വേസ്റ്റാക്കി കളയാതെ നമുക്കത് ചെടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ കൂടെ ഞാൻ എന്നാ എടുത്തിരിക്കുന്നതെന്നറിയോ? ഇതുപോലൊരു ചെറിയ കഷ്ണം ശർക്കര. അപ്പം ഞാനിത് ഇതിനകത്തോട്ട് ഇടുവാണേ. ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പിടി കടുക്. കണ്ടോ? ഈ ഒരു പിടി കടുകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. പക്ഷെ ഒരു പറ്റുപറ്റി, ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ മൈക്ക് വർക്ക് ചെയ്തില്ല, പണി മുടക്കിയവൻ. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നല്ല പേസ്റ്റ് പോലെ നമ്മളെടുത്ത സാധനങ്ങളില്ലേ അതെല്ലാം കൂടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, നല്ല ഷെയ്ക്ക് പോലെ ഇരിക്കും. അപ്പം ഞാനൊരു കാര്യം ഓർത്തത്, നമ്മളിവിടെ ഏകദേശം എല്ലാ പച്ചക്കറികളുടെയും വിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ട്, വയലറ്റ് ചതുരപ്പയർ. അതുപോലെ പച്ച നിറത്തിൽ നല്ല നീളത്തിലുണ്ടാകുന്ന പയർ. അതുപോലെ കാർക്കൂന്തൽ പയർ, നല്ല തരുണീമണികളുടെ താഴെ വരെ നീളത്തിൽ കിടക്കുന്ന മുടിയില്ലേ, അതേപോലെയുള്ള നല്ല വയലറ്റ് നിറത്തിലും കേട്ടോ അങ്ങനെ ഉണ്ടാകുന്ന നല്ല കാർക്കൂന്തൽ പയറും വന്നിട്ടുണ്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സാപ്പ് നമ്പർ തരുന്നതിനകത്തൊരു മെസ്സേജ് ഇട്ടാൽ മതി. തീരുന്നിടം വരെ ഞാൻ നിങ്ങൾക്കിത് തരാം. അപ്പം ഞാൻ ഇനി ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ അരച്ചോണ്ട് വന്ന സാധനം ഉണ്ടല്ലോ, ഈ അരച്ചോണ്ട് വന്ന സാധനത്തിനെ നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ഒഴിക്കണം. അപ്പം ഞാനൊരു ബക്കറ്റ് എടുക്കട്ടെ കേട്ടോ. അപ്പം കണ്ടോ, ബക്കറ്റ് എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കുവാണേ. നല്ല കണ്ടോ, ഒഴിക്കുമ്പോൾ കണ്ടോണം നല്ല കട്ടിക്കിരിക്കുക കേട്ടോ.
ഇതുപോലെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ആ മിക്സി ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഇച്ചിരി ഒഴിക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. നമുക്ക് പോയി എടുത്തിട്ട് വരാവേ. ഇതെന്നാന്നറിയാവോ, ഞാൻ പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, കടലപ്പിണ്ണാക്ക്. അത് കടലപ്പിണ്ണാക്ക് ഞാൻ പുളിപ്പിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 5 ദിവസമായി കേട്ടോ. 5 ദിവസം പുളിപ്പിച്ച് വെച്ചതാണ്. ഇളക്കുമ്പം കണ്ട നല്ല കട്ടിക്കാണ് വരുന്നത്. നമ്മളിവിടെ ജൈവ സ്ലറി ഉണ്ടാക്കുമല്ലേ, അതേപോലെ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അരച്ചോണ്ട് വന്നിരിക്കുന്നത് എത്രയാണോ അത്രയും തന്നെ അളവ് പിണ്ണാക്ക് പുളിപ്പിച്ചതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇനി നല്ലപോലെ നേർപ്പിക്കണേ. ഇത് 2 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു കപ്പാണ്. അതിനകത്ത് ഞാൻ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കോരി ഒഴിച്ച് നോക്കുവാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ട കൊഴുത്തായിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് നല്ലപോലെ നേർപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ടാപ്പിൻ്റെ അടുത്തുനിന്ന് വെള്ളം എടുത്ത് കണ്ടോ ഒഴിക്കുന്നുണ്ടോ. അപ്പം ഇതുപോലെ നല്ല നേർപ്പിക്കണം. അത് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, വെള്ളം പോലെ ഒഴുകുന്ന പാകം വരെയാണ് നമ്മളിതിനെ നേർപ്പിക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിനെ ചെടിയുടെ ചോട്ടിലോട്ട് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തല തണുക്ക എണ്ണ തേക്കുക എന്ന് നമ്മൾ പറയല്ലേ, അതേപോലെ ചെടിയുടെ ചൂട് തണുക്കത്തക്ക രീതിയിൽ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല നനയണം ചൂട് നമ്മുടെ ഈ വളം കൊണ്ട്. അപ്പം ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു സംഗതിയും കൂടെ ചേർക്കാനുണ്ട്. ഈ പാത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ, നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ്. ഞാൻ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരിക്കലും അരിക്കാറില്ല. ഞാൻ നിങ്ങളോട് പറയാറുള്ളതാണ്, അരിച്ചു വെച്ചേക്കാറില്ല. ആവശ്യത്തിൻ്റെ സമയത്തെടുത്ത് ഞാൻ അരിക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു സ്പൂണ് ഒരു 5 മില്ലിയാണ് 1 ലിറ്ററിലെ കണക്ക് കേട്ടോ. അത്രയ്ക്ക് മാത്രം ഫിഷ് അമിനോ ആസിഡ് എടുത്ത് ഒരു അരിപ്പയിലോട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇനി വെള്ളം അതിന് അരിപ്പയ്ക്കകത്തോട്ട് ഒഴിക്കുമ്പം ഇത് അരിച്ച് താഴേക്ക് ഇറങ്ങുകയും ചെയ്യും. അതാണ് നമുക്കുള്ള എളുപ്പപ്പണി. ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ എളുപ്പപ്പണിയായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നേരം കുറവുള്ളവരായിരിക്കുമല്ലോ കൂടുതൽ വീട്ടമ്മമാരും. അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും നല്ലതുമായ രീതികളാണ് ഞാൻ ചെയ്യുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. അപ്പം ഇത് നമ്മൾ കുപ്പിക്കകത്തേക്ക് ഒഴിച്ച് നിറയ്ക്കുവാണേ. എന്നിട്ട് നമ്മൾ നമ്മുടെ മാവിൻ്റെ അടുത്ത് വന്നു. ഇനി മാവിലേട്ട് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ആ മാവിൻ്റെ തളിരിനെ കൂമ്പ് കണ്ടോ അടഞ്ഞ പോലെ വളർച്ച മുരടിച്ച പോലെ നിൽക്കുവാണ്. അങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ നമ്മളിത് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ മണ്ട അങ്ങനെ തെളിഞ്ഞു വന്നിട്ട് അതെല്ലാം തന്നെ പൂക്കളായിട്ടായിരിക്കും വരുന്നത്. ഒന്നുകിൽ തളിരായിട്ടായിരിക്കും അല്ലെങ്കിൽ പൂക്കളായിട്ടായിരിക്കും. അപ്പം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് പൂക്കളായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ ചെടിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രാവശ്യം മുന്നേ. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ 10 ദിവസം കൂടുമ്പോഴും ചെയ്യണം, ചെടി പൂവിടുന്നിടം വരെ. ഞാൻ ആ ഒരു പ്രാവശ്യം ചെയ്തപ്പോഴത്തെ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. 1 കൊല പൂവ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കണ്ടോ. അപ്പം നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഒരു ധൈര്യക്കുറവും വേണ്ട, നമുക്കിത് ചെയ്യാം. പിന്നെ ഇതെല്ലാം ജൈവമാണല്ലോ, എന്തായാലും അതുകൊണ്ട് ചെടിക്കൊരു ദോഷം വരുന്നില്ല. മറ്റു തരത്തിലുള്ള ഹോർമോണുകളൊന്നും ചെയ്യുന്നത് പോലെയല്ല. അപ്പം നിങ്ങൾ ഓരോ 10 ദിവസത്തിൻ്റെ ഇടവേളയിലും ഇത് രണ്ടും, അതായത് ചെടിയുടെ ചോട്ടിൽ വളവും കൊടുക്കണം, ഇതുപോലെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്തും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാവും ഇതുപോലെ തന്നെ എൻ്റെ മാവിനെ പോലെ തന്നെ പൂവിടാനായിട്ട് തുടങ്ങും. അപ്പം ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വളർത്തുന്നവരെല്ലാം ഇതേപോലെ ചെയ്തു നോക്കി മാവിനെ പക്ഷെ അവരവരുടെ പാകത്തിന് വളർച്ച എത്തിയവരായിരിക്കണം കേട്ടോ. കുഞ്ഞു തൈമാവെ കൊണ്ടുപോയി ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയേ, നമ്മുടെ വാളമരയുടെ വിത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വാളമര ഇവിടെ സ്ഥിരമായി വിളവെടുക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ എന്നോട് എപ്പോഴും വാളമരയുടെ വിത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വാളമര നിൽക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്നും കൂടെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പോട്ടെ. അപ്പം ഈ മാവിൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ടോ അകത്തിച്ചീര കണ്ടോ. നമ്മുടെ കാർത്തിക് സൂര്യ എപ്പോഴും അകത്തിച്ചീരയുടെ തോരനെ കുറിച്ച് പറയും. ഈ അകത്തിച്ചീരയുടെ പൂവിൻ്റെ തോരൻ ഉണ്ട്. ഇഷ്ടംപോലെ മുട്ടുകളും വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ മുട്ടുകളൊക്കെ അപ്പുറത്ത് പോയിരിക്കുന്ന കമ്പയിലൊക്കെ ഉണ്ട്, നമുക്ക് കാണാൻ മേല. അപ്പം ഇതാണ് എൻ്റെ വാളമര എന്ന് പറയുന്നത്. എന്തോരം വാളമരക്കായ അതേ കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ. നല്ല ടേസ്റ്റാണ്. ഇളം പ്രായത്തിൽ പറിച്ചിട്ട് തോരൻ വെക്കണം, ഒട്ടും മൂത്ത് പോകരുത് കേട്ടോ. അപ്പം ഇതിൽ പൂമുട്ടുകളും ചെറിയ ചെറിയ കായ്കളും പറിക്കാൻ പാകമായ കായ്കളും ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് നമ്മുടെ കുറ്റിപ്പയറാണേ കണ്ടോ, നിറയെ കായ്ച്ചിടക്കുന്നത് കണ്ടോ. ഈ കുറ്റിപ്പയറിൻ്റെ വിത്തും ഇനി ചുവപ്പ് നിറത്തിലുള്ള കുറ്റിപ്പയറിൻ്റെ വിത്തും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് അങ്ങോട്ട് നോക്കിക്കുക കണ്ടോ, ബീൻസ് ആണേ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ പഴുത്ത് പ്രായമായി. അപ്പം അത് പറിച്ച് കളയണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം വീണ്ടും നിറയെ ഉണ്ടാകുന്ന കണ്ടോ.
ബീൻസിന്റെ വിത്ത് അത് വള്ളി ബീൻസ് ആണെങ്കിലും കുറ്റി ബീൻസ് ആണെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോ, ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആർക്കെങ്കിലും വിത്ത് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അതുപോലെ മാവിന് ഞാൻ പറഞ്ഞു തന്ന രീതികളൊക്കെ ഓരോ 10 ദിവസം കൂടുമ്പോഴും മാവ് നിറയെ പൂവിടുന്നിടം വരെ നിങ്ങൾ ആവർത്തിക്കുകയും വേണം.